നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇന്ന് നിരഞ്ജന്റെ പിറന്നാളല്ലേ? ഒരു പിറന്നാള് ജയിലിൽ ആഘോഷിക്കാനാവും എന്റെ മോന്റെ വിധി. അമ്മയ്ക്ക് ഒരുപാട് സങ്കടമുണ്ടെന്ന് എനിക്കറിയാം. സങ്കടം ഇല്ലെന്ന് ഞാൻ പറഞ്ഞ അത് ഈ അമ്പലനടയെ വെച്ച് പറയുന്ന ഏറ്റവും വലിയ കള്ളത്തരമായി പോവും. ആദ്യം മോളെ പോലീസ് പിടിച്ചെന്ന വാർത്ത കേട്ടു. അതിനു പിന്നാലെ നിരഞ്ജനാണ് പ്രതിയെന്നും കേട്ടു. പത്രത്തിലും ടിവിയിലും ഒക്കെ ഓരോ വാർത്ത കേട്ടപ്പോ സത്യം പറഞ്ഞ സാമ്പ്രാണിക്കുടി കായലിൽ ചാടി ചത്താലോന്ന് വരെ ആലോചിച്ചു പോയതാ. എനിക്ക് വേണ്ടിയാ അദ്ദേഹം. മോൾക്ക് വേണ്ടി നിരഞ്ജനല്ലാതെ പിന്നെ ആരാ മുന്നിട്ട് ഇറങ്ങുന്നത്? മോളെ ശത്രുക്കൾ കൊത്തിവലിക്കാൻ അവൻ സമ്മതിക്കുവോ? മോളുടെ കണ്ണൊന്നും നിറയുന്നത് അവന് സഹിക്കുവോ? കെണി വെച്ച് വീഴ്ത്തിയതാണമ്മ ഞങ്ങളെ. അത് പിന്നെ അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ? അമ്മയുടെ 2 മക്കളും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്, ചെയ്യത്തില്ലെന്ന്. ഈ വലിയ സങ്കടത്തിനിടയിലും ദൈവം അമ്മയ്ക്ക് വലിയൊരു സന്തോഷം തന്നു. എന്റെ ഈ പൊന്നുമോളുടെ സ്നേഹം. ഇതാരാ മോളെ? അമ്മയോ? നിരഞ്ജൻ സാറിന്റെ അമ്മയായിരിക്കും അല്ലേ? അല്ല, എന്റെ സ്വന്തം അമ്മയോ. വേണമെങ്കിലും നിരഞ്ജൻ സാറിനും ഇത്തിരി അവകാശം ഉണ്ടെന്ന് സമ്മതിച്ചേക്കാം. ആയിക്കോട്ടെ, നമുക്ക് പരാതിയില്ലേ? എന്തായി കേസിന്റെ കാര്യമൊക്കെ? അത് നടക്കുന്നു. ആശുപത്രിയിൽ എന്തോ പ്രശ്നമുണ്ടല്ലേ? ആരോ പറയുന്നത് കേട്ടു. അല്ല, ഞാൻ കേട്ടത് ചോദിച്ചെന്നേ ഉള്ളൂ. മറച്ചു വെക്കുന്ന എന്തിനാ? തൽക്കാലത്തേക്ക് ആശുപത്രിയിൽ നിന്ന് അടച്ചിടേണ്ടി വന്നു. കുറച്ച് റെനോവേഷനും ഉണ്ട്. അത് കഴിഞ്ഞ് തുറക്കും. ഒന്നും വിഷമിക്കേണ്ട, എല്ലാം ഭംഗിയായി വരും. ഇന്ന് നിരഞ്ജൻ സാറിന്റെ പിറന്നാളായതുകൊണ്ട് സാറിന്റെ കാര്യം ഭഗവതിയോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മോളെ അമ്മേ, മോളെ മോക്ക് സുഖല്ലേ? സുഖമ്മേ. അന്ന് വീട്ടിൽ വന്ന് സദ്യ ഉണ്ടിട്ട് പോയ കക്ഷിയാ. പിന്നെ ഒരു വിവരവും ഇല്ല. അമ്മേ, ഇത് സുധിയുടെ അമ്മയല്ലേ? അറിയാം. മാഡത്തിന് സുഖമല്ലേ? സുഖ. ഭർത്താവ് ജയിലില്. സ്വന്തമായി ഉണ്ടായിരുന്ന ആശുപത്രി അടച്ചുപൂട്ടി. ഒരു മകളുള്ളത് ദൂരെ എവിടെയോ കാണാൻ മറയത്ത്. അപ്പൊ പിന്നെ സുഖായിരിക്കുമല്ലോ. അയ്യോ മാഡം, ഞാൻ വഴക്കായിട്ട് പറഞ്ഞതല്ല. ഇതൊക്കെയല്ലേ സത്യം. എല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥം. ദേവിക, നിരഞ്ജൻ സാറിന്റെ പിറന്നാളിന് പ്രാർത്ഥിക്കാൻ വന്നതായിരിക്കും അല്ലേ? എത്രയും പെട്ടെന്ന് സത്യം തെളിയണമെന്ന് പ്രാർത്ഥിക്കാൻ. നമ്മുടെ ആശുപത്രി തുറക്കണമെന്ന് പ്രാർത്ഥിക്കാൻ. ഒരുപാട് പേരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുമ്പോ പെട്ടെന്ന് ഫലം കണ്ടേക്കാം. പുതിയ ജോലിക്കൊന്നും ദേവിക ശ്രമിച്ചില്ലേ? പണ്ടായിരുന്നെങ്കിലേ ശ്രുതിമോളുടെ ട്യൂഷൻ ടീച്ചർ പദവി പുനഃസ്ഥാപിക്കായിരുന്നു. മോള് ശ്രുതിമോൾ എവിടെയാ മാഡം? എനിക്കറിയില്ല. ദൂരെ എവിടെയോ എന്റെ മോള് സുരക്ഷിതമായിട്ടുണ്ടെന്നറിയാം. എപ്പോഴും അവൾ എന്നെ ഓർക്കുന്നുണ്ടെന്നും അറിയാം. അല്ലാതൊന്നും അറിയില്ല. അല്ലെങ്കിൽ തന്നെ അവൾക്ക് ജന്മം നൽകിയെന്നല്ലാതെ അവളുടെ വളർച്ചയ്ക്കൊപ്പം നടന്നൊരമ്മയല്ലല്ലോ ഞാൻ. അമ്മേ, പോവാം. പോട്ടെ മോളെ. ശരി.
അമ്മ വാ. അമ്മ ആ ദേവികയെ കയറി മോളെന്ന് വിളിച്ചോന്നും എനിക്കിഷ്ടമായില്ല. ആഹാ, അതെന്താ? അമ്മ എന്നെ മാത്രം മോളെന്ന് വിളിച്ചാ മതി. സമ്മതിച്ചേ. അമ്മ ആരെ കയറി മോളേന്ന് വിളിച്ചാലും എന്റെ പൊന്നുമോള് നീയല്ലേ. വാ. ശരത്തെ, നീ എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ. ഒരു കാര്യം ഒരു തവണ പറഞ്ഞ നിനക്ക് മനസ്സിലാവത്തില്ല സമറേ. എടാ, നീ ഇതുവരെ കളിച്ച കളി പോലെ അല്ലിത്. അങ്ങേയറ്റത്തെ കളിയാ. ആ, ബ്രഹ്മാസ്ത്രവും വജ്രായുധവും കൈവച്ചുകൊണ്ട് ശരത്തിന് യുദ്ധത്തിൽ തോക്കാൻ മനസ്സില്ല. വിത്തെടുത്ത് കുത്തുക, അതാ മുന്നിലുള്ള മാർഗം. നിത്യയും ഞാനും തമ്മിലുള്ള കല്യാണം എങ്ങനെയെങ്കിലും നീട്ടിവെച്ചേ പറ്റൂ. എടാ, കല്യാണം നടക്കുന്നെങ്കിൽ നടക്കട്ടെ. നിനക്ക് വേണ്ടത് ദേവികയല്ലേ? നീയും ദേവികയും തമ്മിൽ പഴയൊരു പന്തയുണ്ടല്ലോ. നീ നിത്യയെ കെട്ടിയ ദേവിക നിന്റെ രണ്ടാം ഭാര്യ ആകുന്ന. എടാ സമറേ, പൊട്ടന്മാരുടെ മൂത്താപ്പാ. ദേവിക എങ്ങനെ പറഞ്ഞു എന്ന് കരുതി നാളെ എന്താ അവളെന്റെ രണ്ടാം ഭാര്യയാൻ പോവാന്ന്? എടാ, അത് ചുമ്മാ മുഖാമുഖം നോക്കി ഒരു വെല്ലുവിളി. എന്നെ ഒന്ന് ആളിക്കത്തിക്കാൻ അവളുടെ തന്ത്രം. അല്ലാതെ സ്വന്തം മാനം പണയപ്പെടുത്തി ഏതെങ്കിലും ഒരു പെണ്ണ് പന്തയത്തട്ടിലെ വാക്ക് പാലിക്കോടാ. എന്നാലും കല്യാണം ഒഴിവാക്കാൻ വേണ്ടി നിത്യയെ കുരുതിക്കളത്തി നിർത്തി നീ കളിക്കാൻ പോകുന്ന കളി ശരത്തെ, അത് നിന്റെ അവസാനത്തിനാ. ഒരിക്കലും അല്ല. നീ നോക്കിക്കോ, നിത്യയെ മുന്നിൽ നിർത്തി തന്നെയാ ഞാൻ ഇതുവരെ കളിച്ചു വന്നത്. പക്ഷേ ഈ ഒരു കളിയില് ആയുഷ്കാലം മനോഹരും നിത്യയും എന്റെ അടിമകളാവും. നീ നോക്കിക്കോ. എന്നാൽ നീ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും നാളെ നിത്യയുടെ ജീവിതം വെച്ചാ നീ കളിച്ചത്. പക്ഷെ നീ വിട്ടുപോയാലും ആ കൊച്ചിന് മുന്നിൽ ഒരു ജീവിതം ഉണ്ടായിരുന്നു. അതും കൂടെയാ നീ ഇപ്പൊ ഇല്ലാതാക്കാൻ പോകുന്നേ. നീ ബഹളം വെച്ച് സംഭവത്തിന് സസ്പെൻസ് കളയാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഈ കളിയിൽ എനിക്ക് വേണ്ട സഹായങ്ങള് നീ ചെയ്തു തരണം. ഞാനോ? അതെ. എടാ, പ്രത്യക്ഷത്തിൽ എനിക്കിറങ്ങി കളിക്കാൻ പറ്റത്തില്ലെന്നറിയാമല്ലോ. അതുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ ഞാൻ മാറി നിൽക്കത്തേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ ഒന്ന് ഊതിപ്പെരിപ്പിക്കേണ്ടതും അതിന് വേണ്ട ചായം പൂശി കൊഴിപ്പിക്കേണ്ടതും നിന്റെ ജോലിയാ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്കൊരു ചായ കുടിച്ചാലോ സ്വാമി? അത് കൊള്ളാം സാറേ. ഞാനത് അങ്ങോട്ട് പറയാൻ തുടങ്ങായിരുന്നു. ഇത് അവിടെ ഒരു ചായക്കട ഉണ്ട്, അവിടെ അടുത്തേല്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ, സാറേ ചായ കാപ്പി? ഒരു ചായ മതി.
അയ്യോ സ്വാമി